ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയ്യിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റമളാനിലെ അതിമഹത്തായ പ്രതിഫലാധിക്യം കൊണ്ട് ഔദാര്യവാനായ അല്ലാഹു തൻ്റെ ദാസന്മാർക്ക് എല്ലാ നന്മകളും വിജയവും വമ്പിച്ച അളവിൽ നൽകിക്കൊണ്ടിരിക്കുന്ന ദിനരാത്രങ്ങളിലാണ് ഇപ്പം നമ്മളുള്ളത്. ഫലത്തിൽ നമ്മളിപ്പോൾ 23 നോമ്പുകൾ പിന്നിട്ട് കഴിഞ്ഞതാണ്. ഞായറാഴ്ച മുതൽ എണ്ണി വരുമ്പോൾ അത് 22ആയി. 23ാമത്തെ രാത്രിയിലാണിപ്പോൾ ഉള്ളത്. വളരെ ചുരുങ്ങിയ ദിവസങ്ങളാണുള്ളത്. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹസ് സമാവാതു വൽ അർള്. നിങ്ങൾ അല്ലാഹു ഒരുക്കിയ പാപമോചനം, അതിലേക്ക് നിങ്ങൾ അതിവേഗം വരിക. അള്ളാഹു ഒരുക്കി വച്ചിരിക്കുന്ന ഒരു വലിയ അനുഗ്രഹമാണത്. മുഴുവൻ മനുഷ്യർക്കും അള്ളാഹു അത് നൽകാൻ ഏറെ ആഗ്രഹിക്കുന്നു. ഖുർആനിൽ ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശമുണ്ട്. അതൊരു കുടുംബം എന്ന നിലയിലാണത് കാണുക. അതിൽ മാതാപിതാക്കളുണ്ട്, ഇണകൾ, ഭാര്യ ഭർത്താക്കളുണ്ട്, മക്കളുണ്ട്. എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസക്കും വഅഹ്ലീക്കും നാറ. വിശ്വാസികളെ, നിങ്ങളെ എത്രമാത്രം ശുഷ്കാന്തിയോടെ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി വിധേയപ്പെടുത്തുന്നുവോ, നിങ്ങൾ എത്രത്തോളം ശ്രദ്ധയോടുകൂടിയാണോ ഇസ്ലാമിക മര്യാദകൾ പാലിക്കുന്നത്, കർമ്മങ്ങൾ ചെയ്യുന്നത്, ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്നത്, ഏതെല്ലാം നിലയിലാണോ പ്രതിഫലം വാരിക്കോരി നൽകപ്പെടുമ്പോൾ അതിനർഹമാകാൻ വേണ്ടി ശ്രമിക്കുന്നത്, എന്തെല്ലാം നന്മകളിലാണോ അതിലെല്ലാം നിങ്ങൾക്കൊരു വലിയ ഉത്തരവാദിത്വമുണ്ട്. നിങ്ങളുടെ അഹിലുകാരെയും നിങ്ങൾ ഉൾപ്പെടുത്തണം. നരകാഗ്നിയിൽ നിന്ന് സ്വയം നിങ്ങൾ രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ പോരാ, നിങ്ങൾ അതിൽ പതിക്കാതിരിക്കുന്നതിന് അതീവ ശ്രദ്ധ നിങ്ങൾ വച്ച് പുലർത്തിയാൽ പോരാ, മറിച്ച് നിങ്ങളുടെ അഹിലുകാരെയും അതിൽ നിന്ന് രക്ഷപ്പെടുത്തണം. അപ്പോൾ ഒരു ഗ്രഹനാഥൻ എന്ന നിലയിൽ 2 ചുമതലയാണ് ഇവിടെ നൽകിയത്. ഒന്ന്, സ്വയം രക്ഷപ്പെടണം. 2, കുടുംബത്തെയും രക്ഷപ്പെടുത്തണം. അപ്പോൾ 2 പേരും പരസ്പരം അറിഞ്ഞും അറിയിച്ചും ശ്രദ്ധയോടെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പ്രവർത്തിക്കണം എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇപ്പം നമസ്കാരം വളരെ ലളിതമായി പറഞ്ഞാൽ 27 ഇരട്ടി പ്രതിഫലമുണ്ട് നമസ്കാരത്തിന്. അത് ഒറ്റയ്ക്ക് നമസ്കരിച്ചാൽ 1 ലഭിക്കുക. 2 ആൾ ചേർന്നാൽ ജമാഅത്താവും. 2-ലധികം പേരുണ്ടെങ്കിൽ അത് നല്ല ഒരു ജമാഅത്താവും. അപ്പോൾ 27 ഇരട്ടി പ്രതിഫലം. സഹീഹുൽ ബുഖാരിയിൽ വന്നത് 25 ഇരട്ടി പ്രതിഫലം എന്നാണ്. അപ്പോൾ ഒറ്റയ്ക്ക് നമസ്കരിക്കുമ്പോൾ കിട്ടുന്നതിൻ്റെ എത്രയോ ഇരട്ടിയാണ്. എല്ലാ സൽക്കർമ്മങ്ങളും, ഇത് ഒരു കാര്യമല്ല, ഖുർആൻ പാരായണം മുതൽ ദിക്ർ തസ്ബീഹുകൾ മുതൽ സ്വലാത്തുകൾ മുതൽ ദാനധർമ്മങ്ങൾ മുതൽ
കുടുംബ ബന്ധങ്ങൾ ചേർക്കുന്നത് മുതൽ എല്ലാത്തിലും രണ്ടുപേരും തത്തുല്യമായി ശ്രദ്ധ കേന്ദ്രീകരിക്കണം. അർഷ് മഹ്ശറയിൽ പറയുന്ന ഒരു വാക്ക് ബുഖാരിയുടെ ഹദീസിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മൻ വസലനി വസലഹുല്ല, മൻ ഖത്തഅനി ഖത്തഅഹുല്ല. രണ്ടുപേർക്കും തുല്യ പ്രാധാന്യമുള്ളൊരു വിഷയമാണ്, ഭാര്യയ്ക്കും ഭർത്താവിനും. റഹിമ കുടുംബ ബന്ധം അർഷിനോടാണ് ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് കുടുംബ ബന്ധം ചേർക്കുന്നവനെ ഞാൻ ചേർക്കും, അഥവാ എന്നിലേക്ക് അള്ളാഹു അവനെ ചേർക്കും. കുടുംബ ബന്ധം മുറിച്ചു കളയുന്നവനെ അള്ളാഹു എന്നിലേക്ക് ചേർക്കാതെ മുറിച്ചു കളയും. രണ്ട് സുപ്രധാനമായ ഒരു നിർദ്ദേശമാണത്. രണ്ട് നിലയിലാണ് നമുക്ക് ബന്ധങ്ങൾ പരിപാലിക്കാനുള്ളത്. അതിലൊന്ന് രക്തബന്ധമാണ്. രണ്ട് വിവാഹബന്ധം വഴി നമ്മുടെ ബന്ധുത്വത്തിലേക്ക് കടന്നു വരുന്നവരാണ്. അപ്പം ഭാര്യയ്ക്ക് ഇങ്ങോട്ടും ഭർത്താവിന് അങ്ങോട്ടും ആ കുടുംബങ്ങളെല്ലാം ഒരുപോലെ വരും. ഭർത്താവിൻ്റെ മാതാപിതാക്കൾ ഭാര്യയുടെ മാതാപിതാക്കളാവും, അവരെ ചേർത്ത് നിർത്തണം. ഭർത്താവിൻ്റെ സഹോദര സഹോദരിമാർ ഭാര്യയുടെ സഹോദര സഹോദരിമാരാവും. അങ്ങനെ തിരിച്ച് ഭാര്യയുടെ മാതാപിതാക്കൾ ഭർത്താവിൻ്റെ മാതാപിതാക്കളാവും. അങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥലത്തല്ല, എല്ലാ രക്തബന്ധങ്ങളുടെ കാര്യത്തിലും വിവാഹബന്ധത്തിലൂടെ സ്ഥാപിതമാകുന്ന ഒരു കുടുംബത്തെ അർഷിനോട് ചേർത്ത് നിർത്തുവാൻ രണ്ടുപേരും ഒരുപോലെ ശ്രദ്ധിക്കണം. ഒരാൾ ആ കാര്യങ്ങളൊക്കെ ചെയ്താൽ പോരാ, രണ്ടാളും ഉണ്ടാകണമെന്നർത്ഥം. അതെങ്കിൽ മാത്രമേ ആ ബന്ധങ്ങൾ ദൃഢമായി മുന്നോട്ട് പോവുകയുള്ളൂ. അതാണ് മഹ്ശറയിലെ വിജയത്തിൻ്റെ കാരണം. ലാ യദ്ഖുലുൽ ജന്നത്ത ഖാത്തിഉൻ, കുടുംബബന്ധം മുറിച്ചവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞൊരു ഹദീസ് സഹീഹുൽ ബുഖാരിയിലുള്ളതാണ്. അപ്പം അത്ര ഗൗരവമുള്ളൊരു വിഷയമാണ് ബന്ധങ്ങൾ. അതുപോലെ മുഴുവൻ സൽക്കർമ്മങ്ങളും അത് ഭർത്താവ് എത്ര താല്പര്യം കാണിക്കുന്നു അതുപോലെ ഭാര്യയും താല്പര്യം കാണിക്കണം. ഇപ്പോൾ നമ്മൾ ജമാഅത്ത് നമസ്കാരത്തിൽ നാം ശുഷ്കാന്തി പുലർത്തുന്നു. കുടുംബം രാത്രി സുന്നത്ത് നമസ്കാരത്തിൽ ജമാഅത്തിന് വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുന്നു. എല്ലാവരും അല്ല, ഒരുവിധം വിവരോ അല്ലെങ്കിൽ അതിനോടുള്ള ശുഷ്കാന്തി ഉള്ളവരോ. എന്നാൽ ഫർള് നമസ്കാരങ്ങളിൽ നമുക്ക് അത്രത്തോളം താല്പര്യം കാണിക്കാറില്ല. ഫർള് നമസ്കാരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജുമുഅയാണ്. കിതാബുൽ ഉമ്മിൽ ഇമാം ഷാഫി അലൈഹി റഹ്മ പറയുന്നൊരു വാക്കുണ്ട്, അദ്ദേഹത്തിൻ്റെ മസ്അലയാണ്. അപ്പോൾ ഇമാം ഷാഫി അലൈഹി റഹ്മ ഇതിൽ ഓരോരുത്തരുടെയും ജുമുഅ ഫർളാണോ മുസ്തഹബാണോ മുഅക്കദാണോ സുന്നത്താണോ എന്നൊന്നും അല്ല വിവരിക്കുന്നത്. വെള്ളിയാഴ്ച ദിവസം എന്താണ് ചെയ്യേണ്ടത്, അതാണ് അതിൻ്റെ വിഷയത്തിൻ്റെ ചോദ്യോത്തരം. അതിൽ ഇമാം ഷാഫി അലൈഹി റഹ്മ പറയുന്നത് ജുമുഅ നമസ്കരിക്കണം. ആരൊക്കെ? പ്രായപൂർത്തിയായ, ബുദ്ധിക്ക് സ്ഥിരതയുള്ള, ശുദ്ധിയുള്ള, ആരോഗ്യമുള്ള, യാത്രയല്ല, രോഗിയായി കിടപ്പുമല്ല, അങ്ങനെയുള്ള എല്ലാവരും ജുമുഅ നമസ്കരിക്കണം. അങ്ങനെ നമസ്കരിക്കാൻ ഒരു സ്ത്രീക്ക് കഴിഞ്ഞില്ല. ഉദാഹരണമാണ്, അവർ പിരീഡ് കഴിയുന്ന ദിവസം അന്നായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അവൾ ളുഹർ നമസ്കരിക്കണമല്ലോ. എന്നാൽ അവൾ ളുഹർ എപ്പോഴാണ് നമസ്കരിക്കേണ്ടത്? ആ നാട്ടിൽ ജുമുഅ കഴിഞ്ഞു എന്ന് ഉറപ്പ് വന്നതിന് ശേഷം നിസ്കരിക്കാവുള്ളൂ. എന്തുകൊണ്ടാണ് ളുഹർ പാടില്ല എന്ന് പറയാൻ കാരണം, അതിന് മുൻപ് അവൾ ജുമുഅയ്ക്ക് ജമാഅത്തിൽ പങ്കെടുക്കലാണ് അവൾക്ക് ഏറ്റവും നല്ലത്. അതുകൊണ്ടാണ് ജുമുഅ ഇനി ഇല്ല, തീർന്നു എന്ന് അറിഞ്ഞതിന് ശേഷമേ ളുഹർ നമസ്കരിക്കാവൂ എന്ന് പറയാൻ കാരണം.
ഈ ഒരു അറിവ് മദ്ഹബിൻ്റെ അടിസ്ഥാനത്തിൽ, നമ്മളൊക്കെ ഷാഫി മദ്ഹബുകാരാണെന്ന് പറയുമല്ലോ, എത്രയാൾ ശ്രദ്ധിക്കുന്നുണ്ട്? നീ നിന്നെയും നിന്റെ കുടുംബത്തെയും നരകാഗ്നിയിൽ നിന്ന് മോചിപ്പിക്കണമെന്ന് അള്ളാഹു കൽപ്പിച്ചു. അതേ പടച്ചവൻ കൽപ്പിക്കുന്നു 5 സമയ നമസ്കാരം, ജുമുഅയുടെ നമസ്കാരം. ഈ സുന്നത്ത് നമസ്കാരം അങ്ങനെ കൽപ്പിച്ചതല്ല എന്നുകൂടി നിങ്ങൾ പഠിക്കണോട്ടോ അതിനകത്ത്. എന്നിട്ടും നമ്മുടെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കൊന്നും ഖുർആനിൻ്റെയോ മഹാനായ ഇമാം ഷാഫി അലൈഹി റഹ്മയുടെ മദ്ഹബിലെ ഷാഫി മസ്അലയിലോ യാതൊരു താല്പര്യമില്ല. എന്ത് താല്പര്യമുള്ളത്? ഇനി ഉൽപ്പതിഷ്ഠകൾ എടുക്കുക, അതിന് 1% പേര് മാത്രമേ അവരുടെ ഭാര്യയെയും മക്കളെയും ഒക്കെ പള്ളിയിൽ കൊണ്ടുവരാറുള്ളൂ. എന്ന് പറഞ്ഞാൽ ഈ ആയത്ത് അവർക്കില്ല എന്ന്, അല്ലെങ്കിൽ അവർക്ക് വലിയ താല്പര്യമൊന്നുമില്ല. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസക്കും വഅഹ്ലീക്കും. അഹ്ൽ ആരാണ്? അഹ്ല് എന്നത് ഭാര്യയാണ് എന്ന കാര്യത്തിൽ ഒരു തഫ്സീറിലും പിന്നെ അഭിപ്രായമില്ല. അതിൽ മറ്റുള്ളവർ ഉൾപ്പെടുമോ എന്ന് മാത്രമേ പിന്നെ ചർച്ചയുള്ളൂ. അത് അഹ്ലു ബൈത്ത് വിവരിക്കുന്നിടത്തെല്ലാം പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ആ ഭാഗത്തേക്ക് പോവുകയല്ല. എന്ന് പറഞ്ഞാൽ ഈ ജനങ്ങളുടെ ഇടയിൽ ഇസ്ലാമിക പ്രബോധനം നിർവഹിച്ച് ഖുർആൻ ക്ലാസ് നടത്തി, ഹദീസ് ക്ലാസ് നടത്തി, ക്വിസ് നടത്തി, പിന്നെ ഖുർആൻ പരീക്ഷകൾ നടത്തി, വയല് സംഘടിപ്പിച്ച് ഇങ്ങനെ വീടാന്തരം കയറി. വേറൊരു വിഭാഗമുണ്ട്, വീടാന്തരം കയറിയിട്ട് നമസ്കരിക്കണം, നോമ്പ് പിടിക്കണം, ദിക്ർ ചെല്ലണം, സലാത്ത് ചെല്ലണം. അതിൻ്റെ ഫള് പറയും. സ്ത്രീകൾക്കില്ലാട്ടോ ഇതൊന്നും. നിങ്ങളൊരു വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കുക, ഇതാരോടാ പറയുന്നത്? സ്ത്രീകളെ അവർ പ്രതിപാദിക്കാറില്ല. ഒരു വലിയ നോട്ടീസും വാൾ പോസ്റ്റും ഒന്നുമില്ലാതെ തന്നെ ലക്ഷങ്ങൾ കൂടുന്ന സമ്മേളനം അവർ നടത്തും. ഒറ്റ പെണ്ണുമില്ല, അവരുടെ പള്ളിയിലൊന്നുമില്ല. ഞാനിത് പറഞ്ഞത് യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസക്കും വഅഹ്ലീക്കും നാറ. ഇതിൻ്റെ അർത്ഥം നിങ്ങളൊരു 1000 വട്ടമെന്ന് പറഞ്ഞു നോക്കുക. ഇതെന്താ ഈ പറയണേ? ആരോടാണ് പറയുന്നത്? ഇതിൽ നമ്മൾ ബാധ്യതയുണ്ടോയെന്നറിയാനാണ്. നമ്മളതല്ല വിശ്വാസികളല്ലേ, അല്ലെങ്കിൽ ഈ കൽപ്പന നമ്മളിലില്ല. നമ്മൾ മുസ്ലിമുകളാവുകയും വിശ്വാസികളാവുകയും ചെയ്താൽ ഈ കൽപ്പന നമ്മളിലുണ്ട്. അപ്പോൾ നമ്മളത് അനുവർത്തിക്കണം. ഇത് ഫർള്, സുന്നത്ത്, മുസ്തഹബ് എന്ന വേർതിരിവൊന്നും ഇല്ലാട്ടോ ഇതിനകത്ത്. അവർ നമസ്കരിക്കണത് അവരുടെ ചുമതലയാണ്. വയ്യേ വേണ്ട, നീ എന്തെങ്കിലും കാരണത്താൽ അവർക്ക് നമസ്കാരം എത്തിച്ചേരാൻ കഴിഞ്ഞില്ല, അള്ളാഹു അവർക്ക് ഇളവ് നൽകിയിരിക്കുന്നു. യാത്രക്കാരന് ഇളവ് ചെയ്തതുപോലെ, ഓർമ്മ നഷ്ടപ്പെട്ടയാൾക്ക് ഇളവ് ചെയ്തതുപോലെ, ബോധക്ഷയം വന്നയാൾക്ക് ഇളവ് ചെയ്തതുപോലെ, രോഗികൾക്ക് ഇളവ് ചെയ്തതുപോലെ, യാത്രക്കാർക്ക് ഇളവ് ചെയ്തതുപോലെ സ്ത്രീകൾക്ക് ഇളവ് ചെയ്തു. ആ ഇളവ് വേണ്ട എന്ന അവസ്ഥയിലാണെങ്കിൽ, ആരോഗ്യപരമായി കഴിയുന്നുവെങ്കിൽ അവരാ ഇളവല്ല സ്വീകരിക്കേണ്ടത്, കൽപ്പനയാണ് പാലിക്കേണ്ടത്. ഇതാണ് മനസ്സിലാവുക. പക്ഷെ നമ്മളിന്ന് ആളുകൾ അങ്ങനെയൊന്നും ചെയ്യാറില്ല. ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. 5 സമയം കൃത്യമായിട്ട് ജമാഅത്തിന് വരുന്ന ഒരുപാട് പുരുഷന്മാരുണ്ട്, ഇസ്ലാഹി മേഖലയിൽ പ്രവർത്തിക്കുന്നവർ. അവരൊന്നും തങ്ങളുടെ കുടുംബത്തെ കൂടെ കൂട്ടിയതായിട്ട് ഞാൻ കാണുന്നില്ല. എന്താ കാരണമെന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ. അപ്പോൾ ഖുർആനിൻ്റെ ഒരു കൽപ്പനയാണ്, വെറുതെ ഒരു വിശകലനം ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോഴത് വിശ്വാസികളെ, നിങ്ങളുടെ കുടുംബത്തെയും രക്ഷപ്പെടുത്തണം നരകത്തിൽ നിന്ന്, നിങ്ങളെയും നിങ്ങൾ രക്ഷപ്പെടുത്തണം. എന്താ കാരണം? അങ്ങനെ ചെയ്തില്ലെങ്കിൽ നരകത്തിൽ കത്തിക്കപ്പെടുന്നത് നിങ്ങളാണ്, അതിൻ്റെ വിറകുകളായി തീരുകയാണ്. അതിൽ നിന്ന് മോചനം നേടണം. നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന 10 ദിനരാത്രങ്ങളിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. അള്ളാഹു നമ്മെ അതിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.